ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ മോർണിംഗ് റൂട്ടീനാണ്. ഇതിൽ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. പിന്നെ 5 മണി മുതൽ ഉള്ള എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. രാവിലെ 5 മണിക്കാണ് കേട്ടോ സാധാരണ ഞാൻ എണീച്ചുടനെ ഇതുപോലെ 2 ഗ്ലാസ് വെള്ളം കുടിക്കും. പിന്നെ നമസ്കാരവും കാര്യങ്ങളും നമസ്കരിച്ച് കഴിഞ്ഞാൽ ഖുറാനോതും മുമ്പേ പാല് വരും. അപ്പം പാല് വാങ്ങിയ ശേഷമാണ് നമ്മൾ ഖുറാനോതൽ. അത് ഡെയിലി അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ വിൻഡോ എല്ലാം ഒന്ന് തുറന്നിടലാണ്, എന്നിട്ട് ഖുറാനോതും. ഖുറാൻ എപ്പോഴും രാവിലെ എനിക്കിങ്ങനെ ഓതാൻ കഴിയലില്ല. കാര്യം മോനെൻ്റെ കൂടെ തന്നെ എണീക്കുന്നതുകൊണ്ട് ഒന്നുകിൽ ടി വിയിൽ വെക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടൈമെല്ലാം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഓതൽ. കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസം മാക്സിമം ഞാനിങ്ങനെ ഓതാൻ ശ്രമിക്കലുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ടി വിയിൽ വെച്ചിട്ട് ഒരുമിച്ച് ഓതലാണ്. ഇനിയിപ്പോൾ ഇതാ ഖുറാനത്തും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ മുറ്റത്തേക്ക് വന്നതാണ്. മയിലിനെ കണ്ടിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ എപ്പോഴും ഇങ്ങനെ മയിൽ വരും. വീട്ടിൽ വളർത്തുന്നതാണെന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. അല്ല കേട്ടോ, ഇങ്ങനെ രാവിലെ വരുന്നതാണ്. അപ്പോൾ അന്നത്തെ ദിവസം നല്ല മഴയുണ്ടായിനി രാവിലെ തന്നെ. അതുകൊണ്ട് തന്നെ ചെടികൾക്കൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെടിയെല്ലാം കാണാൻ നല്ല രസമല്ലേ. ഇനിയിപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ദോശയും ഗ്രീൻ പീസ് കറിയുമാണ്. അപ്പം ഗ്രീൻ പീസ് കറി എൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. പിന്നെ ദോശയും ഗ്രീൻ പീസ് കറിയെല്ലാം നമ്മൾ കണ്ണൂരുകാർ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം ഇന്ന് അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ തലേദിവസം തന്നെ 2 കപ്പ് പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് നിറയെ ചോറാണ്, വേവിച്ച ചോറില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ദോശയ്ക്ക് ചോറും പച്ചരിയും ഒരേ അളവിലെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ മിക്സാക്കി എടുക്കലാണ്. എന്നിട്ടിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ സാധാ ദോശയ്ക്ക് അരക്കൂലേ, അതുപോലെ അരച്ചെടുക്കലാണ്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയാന്ന് പറഞ്ഞിട്ടില്ലേ, ഗ്രീൻ പീസും തലേ ദിവസം തന്നെ ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഞാൻ ഗ്രീൻ പീസെല്ലാം നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഞാനിതിൽ ഉള്ളി തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഉള്ളിയെല്ലാം ഗ്രീൻ പീസ് കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു മധുര ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഗ്രീൻ പീസിന് മധുരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളി തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിപ്പം 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും മാത്രം. പിന്നെ എന്താ പറയുക, മഞ്ഞൾപ്പൊടിയില്ലേ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ ഗ്രീൻ പീസ് കറിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഞാനിതാ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി 3-4 എന്താ പറയുക 5 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് 6 വിസിൽ വരെ കുക്കർ എന്താ പറയുക, ഈ ഒരു ഗ്രീൻ പീസ് വേവിച്ചെടുക്കണം കേട്ടോ. കറക്റ്റ് 6 വിസിലാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 6 വിസിൽ വരെ വേവിക്കാം. ഇനിയിപ്പോൾ ഇതാ ബാക്കി വന്ന ഗ്രീൻ പീസ് ഇതുപോലെ ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. പെട്ടെന്ന് എന്തെങ്കിലും കറിയോ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം തന്നെ ഞാൻ കുതിർത്ത് വെക്കലുണ്ട്. അപ്പോൾ
ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ദോശക്കുള്ള മാവും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ സാധാ ദോശ ഉണ്ടാക്കൂലേ ആ ഒരു പരുവം തന്നെയാണ്. വെള്ളം അതുപോലെ ഒഴിച്ചിട്ട് ഇതാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ പാനിൽ ഓയിൽ ഒഴിച്ചിട്ടല്ല കേട്ടോ എപ്പോഴും ചെയ്യാറ്. എന്താ പറയുക, നമ്മൾ ചെയ്യൽ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ഓയിൽ, ഒരു ടേബിൾ സ്പൂണും എല്ലാം ഓയിൽ ഇതുപോലെ മാവിൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ടാണ് ചെയ്യൽ. ഇതുപോലത്തെ വേറൊരു റെസിപ്പിയെല്ലാം ഞാൻ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടുനോക്കാം. ഇനിയിപ്പം നമ്മൾ പത്തിൽ ചുടുന്ന ആ ഒരു പത്തിരി തവ എന്താ പറയുന്നത് അറിയില്ല, ആ ഒരു തവ എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ ഒരു തവ നല്ലോണം ചൂടാകാൻ പാടില്ല കേട്ടോ. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുക, പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതാ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ദോശകളായിട്ടാണ് ചുട്ടെടുക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രീൻ പീസ് കറി സ്പെഷ്യലാണെന്ന് പറയാൻ കാര്യം, നമ്മൾ സാധാരണ കണ്ണൂർ സ്റ്റൈലിൽ ഉള്ളിയെല്ലാം ചേർത്തിട്ടാണ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കൽ. പിന്നെ കുറേ ആയി ഇപ്പം എന്താ പറയുക, ടേസ്റ്റ് മാറ്റണമെന്ന് വിചാരിച്ചിട്ട് പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം. ഒരു ദിവസം ഇക്കാൻ്റെ ഫ്രണ്ട് വീട്ടിൽ വന്നേരം ഇക്ക ഫുഡ് കഴിക്കുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് ഇക്കാനോട് ചോദിച്ചു എന്താ ഫുഡ്. അന്നേരം ഇക്ക പറഞ്ഞു പത്തിലും ഗ്രീൻ പീസ് കറിയുമാണ്. അന്നേരം അവർ പറഞ്ഞു ഗ്രീൻ പീസ് കറിയാ വേണ്ട എനിക്കെന്ന്. എന്നിട്ട് ഇക്ക നിർബന്ധിച്ചിട്ട് അവർ ഫുഡ് കഴിക്കാനിരുന്ന്. എന്നിട്ട് ഫുഡ് കഴിച്ച ശേഷം അവർ പറഞ്ഞു ഗ്രീൻ പീസ് കറിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. നമ്മളെ വീട്ടിലെല്ലാം ഗ്രീൻ പീസ് കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നുമില്ല, കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും, ഒരു മധുരമെല്ലാം ഒന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് ഇഷ്ടമായിട്ട് റെസിപ്പിയെല്ലാം ചോദിച്ചിട്ട് പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അധികം ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായിട്ടും ഈ ഒരു ഗ്രീൻ പീസ് കറി ട്രൈ ആക്കി നോക്കണം. ഇനിയിപ്പോൾ ഇതാ ദോശ ചുട്ടെടുത്ത ശേഷം ഗ്രീൻ പീസ് കറിയിലേക്കുള്ള തേങ്ങ വേണമായിരുന്നു. അപ്പം നല്ല പച്ച തേങ്ങ ആകുമ്പം കൂടുതൽ ടേസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇക്കാനോട് തേങ്ങ പറിക്കാൻ പറഞ്ഞിട്ട്, തേങ്ങ ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാം ഉണങ്ങിയ തേങ്ങയാണ് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം തേങ്ങ പറിക്കാൻ വന്നേരം എന്താ നമ്മുടെ റോസ് എല്ലാം നല്ലോണം വിരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നിങ്ങളായിട്ട് ഷെയർ ആക്കിയതാണ്. അപ്പോൾ ഇതാ തേങ്ങയെല്ലാം ഉരിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒരു പച്ച തേങ്ങയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഗ്രീൻ പീസ് കറിക്കായിട്ട് എടുക്കുന്നത്. ഞാൻ ഗ്രീൻ പീസ് എടുത്തിട്ടുള്ളത് 1.5 കപ്പ് ഗ്രീൻ പീസാണ്. അതിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ടൈമിൽ ഇതാ നമ്മുടെ ചായയും തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ എല്ലാം ഒരുമിച്ചാണ് കേട്ടോ ചെയ്യൽ. എന്താ പറയുക, കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈം ആകുമ്പോൾ. ഇനിയിപ്പോൾ ഇതാ ചായ തിളച്ച് വന്നിട്ടുണ്ട്, അതൊന്ന് അരിച്ചെടുക്കലാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ, ആ വീഡിയോ ഒരു 11 മണി മുതൽ രാത്രി 9 മണി വരെ എന്ന് പറഞ്ഞിട്ട്, ആ വീഡിയോ എൻ്റെ രാവിലത്തെ റൂട്ടീനാണ് കേട്ടോ. ഇത് ഞാൻ മൊത്തത്തിൽ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വീഡിയോ കൂടുതൽ ലെങ്തി ആയതുകൊണ്ട് തന്നെ ഇത് മോർണിംഗ് റൂട്ടീനായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കി ഭാഗം കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. ഇത് 11 മണി വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കുന്നത്. അപ്പോൾ ഇതാ 6 വിസിൽ വരെ നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം വെള്ളത്തിൻ്റെ കാര്യം കറക്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ വേവിച്ചെടുക്കുന്ന ടൈമിൽ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തത്. എന്താ പറയുക, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കണം കേട്ടോ, എന്നാലാണ് ഗ്രീൻ പീസ് കറിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ഉള്ളിയൊന്നും ചേർക്കാത്തതുകൊണ്ട് മധുര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു തേങ്ങൻ്റെ കട്ടിപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കാച്ചി വയ്ക്കലില്ലേ, കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും അവസാനമായിട്ട് കുറച്ച് ചെറിയ ജീരകയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു കൈപ്പിടി, എന്താ പറയുക, ഒരു നുള്ള് ചെറിയ ജീരകം, ക്യുമിൻ സീഡില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ കാച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഫുഡ് കഴിക്കലാണ്. നമ്മൾ ദോശയും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ദോശ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. പിന്നെ പാനിച്ചിടാൻ പറ്റിയ പെർഫെക്റ്റ് ദോശൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരത് കണ്ടുനോക്കാം. ഇനിയിപ്പോൾ ഇതാ കറി ഒഴിക്കലാണ്. പിന്നെ കാലങ്ങളായിട്ട് ഉള്ളിയെല്ലാം ചേർത്തിട്ട് ഗ്രീൻ പീസ് കറി വെക്കുന്നവർക്ക് ഇത് ടേസ്റ്റ് ഉണ്ടാവുമെന്നെല്ലാം തോന്നും, പക്ഷേ ഇല്ല കേട്ടോ. ഉള്ളിയൊന്നും ആവശ്യമില്ല. നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും ഉണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസ് കറി റെഡിയാക്കി എടുക്കാം. പിന്നെ ഇത് പൊറോട്ട, പൂരി, ചപ്പാത്തി, ദോശ, പത്തില് എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെന്താ, ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈയോ അല്ലാന്നുണ്ടെങ്കിൽ ഫിഷ് ഫ്രൈയോ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഇനിയിപ്പോൾ ഇതാ ഇക്കാക്കും കൂടി ഫുഡെല്ലാം വിളമ്പിയെടുക്കലാണ്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബർ കുറേ ആയി പറയുന്ന ഈ ഒരു ഗ്രീൻ പീസ് കറീൻ്റെ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നത് ഉണ്ടാക്കി നോക്കുക.
ഇനിയിപ്പോൾ ഇതാ കുട്ടികളെ സ്കൂളിലേക്ക് പോക്കാണ്. വലൈക്കുസ്സലാം. പിന്നെ അവർ സ്കൂൾ ബസ്സിലാണ് കേട്ടോ പോക്ക്. അപ്പോൾ സ്കൂൾ ബസ് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലേക്ക് വരില്ല, കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ അതാ അവർ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താണെന്നറിയില്ല, ഈ മയിലിന് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു നമ്മുടെ ഗാർഡനെല്ലാം. ഇവിടെ തന്നെയാണ് കേട്ടോ. ഇപ്പം പേടിയൊന്നുമില്ല, നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാലും പേടിയില്ല. ആദ്യമെല്ലാം നല്ല പേടിയാണ്, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പറന്നു പോവും. ഇപ്പോൾ ഇവിടെ തന്നെയാണ്, നമ്മളെ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ ബോഗൻവില്ല ഇതുവരെ ഫ്ലവർ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ബോഗൻവില്ല എന്താ പറയുക, നട്ട സ്ഥലത്ത് ഒരുപാട് തെങ്ങും കാര്യങ്ങളുമാണ്, അതുകൊണ്ട് തന്നെ നല്ല വെയിൽ കിട്ടുന്നില്ല. എന്നിട്ട് ഒന്ന് ബോഗൻവില്ലക്കെല്ലാം വളം ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തിറങ്ങിയതാണ്. കുറച്ച് ടൈം ഇങ്ങനെ പുറത്ത് ചെടികളായിട്ട് ചിലവഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന്. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടും ചെടികളെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഇതാ ഇക്കാക്കും കൂടി ഫുഡ് കൊടുത്തിട്ട് അക്കയും കൂടി പോയി കഴിഞ്ഞാലാണ് എൻ്റെ ക്ലീനിങ്ങിൻ്റെ പരിപാടി തുടങ്ങുക. അപ്പോൾ അന്നത്തെ ദിവസം നമ്മുടെ 100K സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കാശ്മീരി പുലാവും ചിക്കൻ 65 എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടു നോക്കാം. പിന്നെ അന്നത്തെ ദിവസത്തെ രാവിലത്തെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഇക്കയും പോക്കാന്ന്. ഇക്ക പോയി കഴിഞ്ഞാലും കുറച്ച് ടൈം ഞാനിങ്ങനെ ചെടികളെ കൂടെ ചിലവഴിക്കലുണ്ട്. വാടിയ ലീഫെല്ലാം ഒന്ന് കളഞ്ഞിട്ട് പിന്നെ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കും. ഈ ഒരു ഭാഗത്ത് മഴ പെയ്ത് കഴിഞ്ഞാലും വെള്ളം തട്ടൂല, അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കുക തന്നെ വേണം. അങ്ങനെ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചെടികളോട് കുറച്ച് സമയം സ്പെൻഡാക്കും. ഇനിയിപ്പോൾ ഇതാ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ക്ലീനിങ് ആണ് കേട്ടോ. ആദ്യം തന്നെ റൂമെല്ലാം ഒന്ന് വിരിച്ചിടലാണ്. ഒരിക്കൽ രാവിലെ ഞാൻ ഉറങ്ങിയണിച്ച് ഉടനെ തന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് വിരിക്കാൻ നോക്കലുണ്ട്. അങ്ങനെയെല്ലാം ആവുമ്പം പണികളെല്ലാം കുറഞ്ഞ പോലെയാണ് കേട്ടോ ഫീൽ ചെയ്യൽ. രാവിലെ തന്നെ ഉറങ്ങിയണിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെല്ലാം നല്ല തിരക്കുള്ള ദിവസമെല്ലാം ആണെങ്കിൽ, മോനെല്ലാം കരയുന്ന ദിവസമാണെങ്കിൽ, മോനെല്ലാം സ്കൂളിൽ പോയ ടൈമാണ് ഇങ്ങനെ ബെഡ്ഷീറ്റെല്ലാം വിരിക്കൽ, കാര്യങ്ങളെല്ലാം വിരിച്ചിടലാണ്. മൊത്തത്തിൽ ഇങ്ങനെ ക്ലീൻ ആയി കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനമാണ്. ഇങ്ങനെ വെറുതെ മടി പിടിച്ചിട്ട് ഇരിക്കുന്നതിലും ഇങ്ങനെ ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് വീടെല്ലാം ക്ലീൻ ആക്കിയിട്ടിരിക്കുമ്പം പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ചെയ്യാത്തവർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ വീടും കാര്യങ്ങളും മൊത്തത്തിൽ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കുട്ടികളെ ബെഡ്ഷീറ്റും എല്ലാം വിരിച്ചിട്ട് പാത്രങ്ങളും കാര്യങ്ങളെല്ലാം കഴുകി കിച്ചണെല്ലാം ക്ലീനാക്കി എടുത്ത ശേഷമൊന്ന് പിന്നെ ഒരു 11-12 മണിക്കെല്ലാം ഒന്ന് ഞാൻ കിച്ചണിലേക്ക് വീണ്ടും പോവാം. പക്ഷേ ഇന്ന് നേരത്തെ തന്നെ പോയിട്ടുണ്ടായിന്. 11 മണിക്ക് തന്നെ ഞാൻ കിച്ചണിലേക്ക് പോയിട്ടുണ്ടായിന്. കാര്യം കാശ്മീരി പുലാവും ചിക്കൻ 65 ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. അടിപൊളി കാശ്മീരി പുലാവിൻ്റെ റെസിപ്പിയും കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ 65ൻ്റെ റെസിപ്പിയെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 100K സെലിബ്രേഷനും എല്ലാം ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ്. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ എന്താ പറയുക കല്യാണ ഫോട്ടോസും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവർ കണ്ടോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.